നമസ്കാരം. പത്തനംതിട്ട ഇലന്തൂർ സർവീസ് സഹകരണ ബാങ്കിൽ വൻ അഴിമതി നടക്കുന്നതായി ആരോപിച്ച് UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബാങ്കിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഇലന്തൂർ ആശുപത്രി ജംഗ്ഷന് മുന്നിൽ നിന്നാരംഭിച്ച മാർച്ച് ബാങ്കിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ മുൻ DCC പ്രസിഡന്റ് P. മോഹൻരാജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ ഇടതുമുന്നണി പ്രവർത്തകർക്ക് കൊള്ളയടിക്കാനുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റിയ അവസ്ഥയാണ് ഉള്ളതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മോഹൻരാജ് ആരോപിച്ചു. പാടശേഖര സമിതികൾക്ക് വായ്പയായി 35 ലക്ഷം രൂപ അനുവദിച്ചതിലും വൻ ക്രമക്കേടാണ് നടന്നിട്ടുള്ളത്. ബാങ്ക് വായ്പ നൽകിയതായി പറയുന്നുണ്ടെങ്കിലും അംഗീകൃത പാടശേഖര സമിതികൾ ആരും വായ്പ എടുത്തിട്ടില്ലെന്നും അന്നത്തെ ഭരണസമിതിയും സെക്രട്ടറിയും ഈ തുകയ്ക്ക് ഉത്തരവാദികളാണെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇവിടെ പ്രസിഡന്റായിരുന്ന PR പ്രദീപ് ആത്മഹത്യ ചെയ്ത ശേഷം ബിജു എന്ന ആളാണ് പ്രസിഡന്റായതെന്നും എന്നാൽ ഇദ്ദേഹവും രാജിവെക്കുകയും ഇപ്പോൾ പ്രസിഡന്റ് ആരാണെന്ന് സഹകാരികൾക്ക് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും UDF പഞ്ചായത്ത് കൺവീനർ ജോൺസ് യോഹന്നാൻ പറഞ്ഞു. വളം ഡിപ്പോയിലെ ജീവനക്കാരൻ 15 ലക്ഷത്തോളം രൂപ തിരിമറി നടത്തിയതോടെ വളം ഡിപ്പോയുടെ പ്രവർത്തനവും നിലച്ച അവസ്ഥയാണ് ഉള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ PM ജോൺസന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ RSP കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം തോമസ് ജോസഫ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജെറി മാത്യു സാം, DCC ജനറൽ സെക്രട്ടറി MS സിജു, ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ KG റജി, മണ്ഡലം പ്രസിഡന്റ് KP മുകുന്ദൻ, UDF മണ്ഡലം കൺവീനർ ജോൺസ് യോഹന്നാൻ, ബ്ലോക്ക് മെമ്പർ അജി അലക്സ്, കേരള കോൺഗ്രസ് മണ്ഡലം ചെയർമാൻ ബാബുക്കുട്ടൻ, മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് റജി വാര്യാപുരം, വാർഡ് മെമ്പർമാരായ വിൻസെന്റ് ചിറക്കാല, ഇന്ദിരാദേവി EA, ജയശ്രീ മനോജ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സതീദേവി തുടങ്ങിയവർ സംസാരിച്ചു. ഓഡിറ്റ് റിപ്പോർട്ട് ഇരിപ്പുണ്ട്. സഹകരണ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയ ഓഡിറ്റ് റിപ്പോർട്ട്. ആ റിപ്പോർട്ടിലുള്ള ന്യൂനതകൾ പരിഹരിക്കാൻ ഭരണസമിതി എന്ത് നടപടികൾ എടുത്തു? ഭരണസമിതിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് വരികിൽ മുൻ പ്രസിഡന്റിന്റെ ദുര്യോഗം ഇവിടെ ശ്രീ ജോൺസൺ സൂചിപ്പിച്ചു. അതിനുശേഷം വന്ന പ്രസിഡന്റ് എവിടെയെന്ന് ആർക്കും അറിയില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ആരാണ് പ്രസിഡന്റ് എന്നറിയില്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ സഹകരണ പ്രസ്ഥാനത്തെ നിരീക്ഷിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനും പരിഹരിക്കാനും ബാധ്യതപ്പെട്ട സഹകരണ ഡിപ്പാർട്ട്മെന്റ് എന്ത് നടപടികൾ എടുത്തു എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മുന്നണിയുടെ പ്രവർത്തകർക്ക് പണം കൊള്ളയടിക്കാനുള്ള വേദികളാക്കി മാറ്റുകയാണ് സംസ്ഥാനത്തുടനീളം. അതുകൊണ്ടാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പല ബാങ്കുകളും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുടെ ഫലമായി തകർന്നു പോയിട്ടുണ്ട്. ഇവിടെ ഒരു ഇലക്ഷൻ നടന്നപ്പോൾ തന്നെ ഉണ്ടായ അനുഭവം നിങ്ങൾക്കറിയാം. പത്തനംതിട്ട ജില്ലയിൽ നമുക്കറിയാം മുഴുവൻ സർവീസ് സഹകരണ ബാങ്കുകളും അങ്ങേയറ്റം UDFന്റെ കയ്യിലുണ്ടായിരുന്ന കാർഷിക